വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ബോയ്സ് ടു ചെൽസിക്കാരൻ ചാനൽ. ഞങ്ങളുടെ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് അവസാനം വീട്ടിലെത്തി. നമ്മുടെ പഴയ അന്തരീക്ഷം, പഴയ സിറ്റുവേഷൻ, കാറിൽ തന്നെ ഇരുന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഭയങ്കര ഒരു അറ്റ്മോസ്ഫറിക് ഭയങ്കര ഒരു വ്യൂ ഉള്ളത്. ഞാനിപ്പോൾ സ്കോട്ട്ലൻഡ് ട്രിപ്പ് അടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അവിടെ പ്രത്യേകിച്ച് ഹൈലൻഡ്സിലൊക്കെ പോയി. എക്സെപ്ഷണൽ എക്സ്പീരിയൻസ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിവേ, ലോട്ട് ഓഫ് ട്രാൻസ്ഫർ ന്യൂസ്. പുതിയ പേരുകൾ കേൾക്കുന്നു. Robert Sanchez on the sell list. Robert Sanchez and Jorge Petrovic on the sell list. Noni Maduekine കുറിച്ച് സംസാരിക്കാം. ജെയ്മി ഗിറ്റൻസ്, ഗർനാച്ചോ, ഹ്യൂഗോ എക്കിറ്റിക്കെ, അങ്ങനെ കുറെ പേരുകൾ, നീക്കോ വില്യംസ്, അങ്ങനെ കുറെ പേരുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ മൊത്തം കുറെ ട്രാൻസ്ഫർ ന്യൂസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ സ്ട്രൈക്കർ, ലെഫ്റ്റ് വിംഗർ ആ സിറ്റുവേഷനിൽ നമുക്ക് തുടങ്ങാം. എന്നിട്ട് അവസാനം നമ്മൾ നോണി മാഡുക്കെ, റോബർട്ട് സാഞ്ചസ് ആരൊക്കെ നമ്മൾ വിൽക്കാൻ പ്ലാൻ ഇടുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് സംസാരിക്കാനുള്ളത് ഹ്യൂഗോ എക്കിറ്റിക്കയാണ്. എക്കിറ്റിക്കയായിട്ട് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തു. നൗ ക്ലബ് ടു ക്ലബ് ട്രാൻസ്ഫർ ഫീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ എന്നുള്ളതാണ്. സർപ്രൈസ്. ഞാൻ അത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചല്ല. ആൻഡ് ചെൽസി ആർ പുഷിങ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്ത് പുഷ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് സർപ്രൈസ്. വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഓൾറെഡി ഹാവ് ഡെലാപ്പ് ആൻഡ് നിക്കോളസ് ജാക്സൺ. ആൻഡ് നൗ ജാക്സന്റെ മേലിൽ വിശ്വാസമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എൻസോ മറസ്കയ്ക്ക് ഒട്ടും വിശ്വാസമില്ല. ഈവൻ ദോ നിക്കോളസ് ജാക്സനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരൻ ഒരു ലൈൻ ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണെന്ന് എന്നാലും ചെൽസി ബോർഡോ എൻസോ മറസ്കയോ വിശ്വസിക്കുന്നില്ല, വിച്ച് ഷോസ് മെച്ചോറിറ്റി. ജാക്സനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. പുള്ളിക്കാരൻ ടീമിൽ എന്തെന്നാലും നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ തന്നെ വി നീഡ് സംബഡി ടു ലീഡ് ദ ലൈൻ ആൻഡ് ഡെലാപ്പ്. പക്ഷേ ഡെലാപ്പിന്റെ മുകളിൽ മാത്രം പ്രഷർ ഇടേണ്ട കാര്യമില്ല. കുറച്ചും കൂടി ഒരു ഫയർ പവർ നമുക്ക് വേണം. കാരണം നെക്സ്റ്റ് ഇയർ വി ആർ ഗോയിങ് ടു കമ്പീറ്റ് ഫോർ ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ്, കർബാവ് കപ്പ്, FA കപ്പ്, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്ന ഒരു സിറ്റുവേഷൻ. ആൻഡ് പ്രത്യേകിച്ച് നമ്മുടെ ക്ലബ് വേൾഡ് കപ്പ് ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു പക്ഷേ ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് എക്കിറ്റിക്കനെ സൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ആസ്കിംഗ് പ്രൈസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് ചെൽസി ആ ആസ്കിംഗ് പ്രൈസ് കുറയ്ക്കാനുള്ള ശ്രമത്തിലുമാണ്. ആസ്കിംഗ് പ്രൈസസ് അറൌണ്ട് 90 മില്യൺ. ചെൽസിക്ക് ഒറ്റയടിക്ക് അത് കൊടുക്കണം എന്നില്ല. വി വോണ്ട് ടു ഡു 60-70 മില്യൺ പ്ലസ് ആഡ് ഓൺസ്. മുഡ്രിക്കിന് കൊടുത്ത അതേ ഡീൽ പോലെ തന്നെ. പക്ഷേ അവരുടെ ക്ലബ്ബ് പ്രത്യേകിച്ച് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് തോന്നുന്നില്ല. ബട്ട് നടക്കാണ്ടിരിക്കോ? അംബീഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. എക്കിറ്റിക്ക് അംബീഷൻ. കാരണം ഇത്ര നാൾ സ്ട്രൈക്കർ നമ്മൾ നിലവിളിച്ചുകൊണ്ടിരുന്ന നമ്മള് നൗ ഡെലാപ്പും വന്നു. ഇപ്പൊ എക്കിറ്റിക്കയുടെ പേരും കേൾക്കുന്നു. വിച്ച് ഇസ് ആസ് എ ചെൽസി ഫാൻ ഗ്രേറ്റ്. ഇനി മെറസ്കയുടെ തലവേദന ആരെ കളിപ്പിക്കുന്നുള്ളത് പുള്ളിക്കാരൻ തലവേദന ഏറ്റെടുക്കട്ടെ എന്നുള്ളതാണ്. ഇനി എക്കിറ്റിക്ക സക്സസ് ആവുകയില്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഇതെല്ലാം 50-50 ആണ്. അപ്പൊ അതുകൊണ്ട് എന്താവും സിറ്റുവേഷൻ ഒന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ രണ്ട് സ്ട്രൈക്കേഴ്സ് ഉള്ള ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരാൾ സക്സസ്ഫുൾ ആവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുന്നു. എക്കിറ്റിക്ക് പൊതുവെ പറയപ്പെടുന്ന അഭിപ്രായം ഇസ് എൻ അപ്ഗ്രേഡഡ് വേർഷൻ ഓഫ് ജാക്സൺ. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ജാക്സന്റെ ഫ്യൂച്ചർ വിൽ ബി ഇൻ ഡൗട്ട്. അതോടെ തന്നെ നമുക്ക് ലെഫ്റ്റ് വിംഗേഴ്സിലേക്ക് പോവാം. മാസീവ് ഇൻട്രസ്റ്റ് ഈസ് ജെയ്മി ഗിറ്റൻസ്. നൗ എക്കിറ്റിക്കനെ നമ്മൾ ലെഫ്റ്റ് വിംഗർ ആയിട്ടല്ല കളിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജെയ്മി ഗിറ്റൻസിനെയാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. അപ്പൊ ഗിറ്റൻസിനെ നമ്മൾ നോക്കുന്ന ആസ് എ പ്യുവർ ലെഫ്റ്റ് വിംഗർ. നൗ ലെഫ്റ്റ് വിംഗർ പ്രൊഫൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഒരു 1-on-1 മോൺസ്റ്റർ, ഡ്രിബിളിംഗ് മോൺസ്റ്റർ, കമ്പനി ഹു ക്യാൻ ഒരു ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1-2 പ്ലേയേഴ്സിനൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് പോവുക, കട്ട് ബാക്ക് ചെയ്യുക, ക്രോസ് കൊടുക്കുക, ചാൻസ് ക്രിയേറ്റ് ചെയ്യുക. വി ആർ ലുക്കിംഗ് അറ്റ് നീക്കോ വില്യംസ് ആൻഡ് ജെയ്മി ഗിറ്റൻസ് ചെൽസിനെ സംബന്ധിച്ച് ഫിറ്റ്സ് ദാറ്റ് പ്രൊഫൈൽ. അപ്പൊ ആ പ്രൊഫൈൽ ഫിറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ടാണ് ചെൽസി ടാർഗറ്റ് ചെയ്യുന്നത്. കൂടെ തന്നെ നീക്കോ വില്യംസിന്റെ കേസ് കേൾക്കുന്നുണ്ട്, ഗർനാച്ചോന്റെ കേസ് കേൾക്കുന്നുണ്ട്. പക്ഷെ ലീഡിംഗ് ദ റേസ് അറ്റ് ദ മൊമെന്റ് നമ്മൾ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈസ് ഗിറ്റൻസ്. ആൻഡ് ഗിറ്റൻസിന്റെ റിലീസ് ക്ലോസ് വലിയ റിലീസ് ക്ലോസ് ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് അഗൈൻ ഈ ഒരു ഡീലും ഒരു പക്ഷേ ഈ ആഴ്ചക്കുള്ളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെൽസി നോക്കുന്നത് എന്നുള്ളതാണ്. സോ ഒരു ലെഫ്റ്റ് വിംഗർ ആൻഡ് പ്ലസ് വൺ മോർ സ്ട്രൈക്കർ. മാൻ, അംബിഷൻ ഇസ് ഗുഡ്. ഇഷ്ടപ്പെട്ടു. അപ്രീഷിയേറ്റ് ദി അംബിഷൻ. റിയൽ ലൈഫിൽ സക്സസ്ഫുൾ ആവുമെന്നുള്ളത് ഇത്രയും നാളെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന ബോർഡിന് ഇപ്പോ ആവശ്യമുള്ള സൈനിങ്സ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ കണ്ണും പൂട്ടി കുറെ സൈനിങ്സ് ഒന്നുമില്ല. നമുക്കിപ്പോ മിഡ്ഫീൽഡേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. വളരെ വ്യക്തമാണ്. സെന്റർ ബാക്കിനെ കുറിച്ച് ഇതുവരെ വന്ന് വാർത്തകളൊന്നും കേട്ടിട്ടില്ല. ഒരു ചെറിയ റൂമേഴ്സ് ഉണ്ടെന്നല്ലാണ്ട് കാര്യമായിട്ട് സെന്റർ ബാക്കിനെ കുറിച്ചിട്ടില്ല. നൗ ദ ഫോക്കസ് ഇസ് കംപ്ലീറ്റ്ലി ഓൺ ലെഫ്റ്റ് വിംഗ് പ്ലസ് എക്കിറ്റിക്കെ എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ്ലി സാൻചോന്റെ കേസ് ഞാൻ പറയാം. സാൻചോനെ നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാൻചോന് പുതിയ സാലറി സ്ട്രക്ചർ നമ്മൾ ഓഫർ ചെയ്തു. ഇനിയിപ്പോ ടേബിൾ സാൻചോന്റെ കയ്യിലാണ്. സാൻചോ ആ സാലറി സ്ട്രക്ചർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹിൽ ബി എ ചെൽസി പ്ലെയർ, അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചു പോകും. ദാറ്റ് ഓഫർ ഇസ് ഗുഡ്. ആ ഒരു അപ്രോച്ച് ചെൽസിയുടെ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പ്ലെയറിനെ ഇഷ്ടപ്പെട്ടു. ഒരു 25 മില്യണിന് ഒരു ടെക്നിക്കൽ സൗണ്ട് ഗുഡ് സ്ക്വാഡ് പ്ലെയർ സ്റ്റാർട്ട് ചെയ്യാം. കമ്മിങ് ഓഫ് ദ ബെഞ്ച് ഇമ്പാക്ട് കൊണ്ടുവരാം. പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കാൻ നേരത്ത് ഒരു 25 മില്യൺ ആ ഒരു തരത്തിലുള്ള ഒരു യങ് പ്ലെയറിനെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ സാൻചോനെ റീറ്റെയിൻ ചെയ്യുന്നതിൽ എനിക്ക് ഒരു തെറ്റും കാണാനില്ല.
പ്രത്യേകിച്ച് നമ്മൾ ഒരു ഓൾട്ടർനേറ്റ് ലെഫ്റ്റ് വിങ്ങർ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ലെഫ്റ്റ് വിങ്ങറിനെ നമ്മൾ നോക്കുമ്പോൾ സാൻചോ അല്ല നമ്മുടെ മെയിൻ ലെഫ്റ്റ് വിങ്ങർ. വി ആർ ലുക്കിംഗ് അറ്റ് എ പ്രോപ്പർ സ്റ്റാർട്ടിംഗ് ലെഫ്റ്റ് വിങ്ങർ അല്ലെങ്കിൽ ജെമി ഗിറ്റൻസ് ആ ഒരു പ്രൊഫൈലിലുള്ള ഒരു ലെഫ്റ്റ് വിങ്ങർ ആണ്. അപ്പൊ സാൻചോ മോസ്റ്റ് ലൈക്ലി ഒരു സ്ക്വാഡ് പ്ലെയർ ആയി മാറും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഒരു ക്വാളിറ്റി പ്ലെയറിനെ ടീമിൽ ആഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല. നൗ സാൻചോ പുതിയ സാലറി സ്ട്രക്ചർ അക്സെപ്റ്റ് ചെയ്യോ, ഒരു സപ്പോർട്ട് റോൾ കളിക്കാൻ താല്പര്യപ്പെടുവോ, ഇറ്റ്സ് അപ് ടു സാൻചോ. ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, ഗോ ബാക്ക് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ഹോപ്പ്ഫുള്ളി വേറെ ഏതെങ്കിലും ക്ലബ്ബ് അതേ ശമ്പളത്തിൽ സൈൻ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരുന്നു. ഇറ്റ്സ് എ റിസ്കി ഡീൽ ഫോർ സാൻചോ. പക്ഷേ ചെൽസിയുടെ അപ്രോച്ച് സ്ട്രേറ്റ് ഫോർവേഡ്, റിയലി ഹാപ്പി വിത്ത് ഇറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട് ഗോയിങ് സർപ്രൈസ് റോബർട്ട് സാഞ്ചസ് ആൻഡ് ജോർഗെ പെട്രോവിച്ച് ഈസ് ഓൺ ദ ലിസ്റ്റ്. പക്ഷെ അത് ഗാർഡിയൻ സ്പോർട്ടിൽ നിന്ന് വന്നാണ്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ഐ തിങ്ക് ദാറ്റ്സ് എ റൂമർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർഗെ പെട്രോവിച്ച്, റോബർട്ട് സാഞ്ചസ് ആൻഡ് ഫിലിപ്പ് യോർഗൻസൺ ആൻഡ് പെൻഡേഴ്സിനെ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് ആരായിരിക്കും അടുത്ത സീസണിലെ നമ്പർ 1 എന്നുള്ളത് പല ന്യൂസ് ഔട്ട്ലെറ്റുകളും പല സോഴ്സുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് സാഞ്ചസിനെയും ജോർഗെ പെട്രോവിച്ചിനെയും നമ്മൾ മാർക്കറ്റിൽ വിൽക്കാനിട്ടിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഒരു ഫേക്ക് വാർത്തയാവണം. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നെറേറ്റീവ് ആണ്. കാരണം പുതിയൊരു ഗോൾ കീപ്പറിന്റെ പുറകെ നമ്മൾ നടക്കുന്നില്ല. സോ എനിവേ നൺ ഓഫ് ദ സോഴ്സസ് നമ്മളൊരു ഗോൾ കീപ്പറിന്റെ പുറകെ നടക്കുന്നുണ്ടെന്നുള്ളത് കേൾക്കുന്നില്ല. വി ആർ ഹാപ്പി വിത്ത് സാഞ്ചസ്. പ്രത്യേകിച്ച് സാഞ്ചസിന്റെ അവസാനത്തെ മാച്ചുകളുടെ പെർഫോമൻസും വെച്ച് ജോർഗെ പെട്രോവിച്ച് അടിപൊളിയായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട് സ്ട്രാസ്ബർഗിൽ. സോ ജോർഗെ പെട്രോവിച്ചിന് ഒരു ചാൻസ് കൊടുക്കും. പെൻഡേഴ്സ് എന്ത് വരും എന്നുള്ളത് അറിയില്ല. ഫിലിപ്പ് യോർഗൻസൺ മൈറ്റ് ഗോ ഓൺ ലോൺ. പക്ഷേ ഗോൾ കീപ്പർ റൂമേഴ്സ് ഐ തിങ്ക് എന്നെ സംബന്ധിച്ച് ഒരു ഫേക്ക് റൂമർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, അൺലെസ് ഏതെങ്കിലും ടയർ 1 സോഴ്സ് നമ്മൾ സോളിഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ കേൾക്കുന്ന കുറെ സെൽ ലിസ്റ്റ് ആണ്. സ്വാഭാവികമായിട്ടും നോണി മാഡോയുടെ പേര് എടുത്ത് കേൾക്കുന്നു, വിച്ച് സർപ്രൈസ്. എനിക്കത് തോന്നുന്നില്ല അതൊരു റിയൽ അതിലെന്തെങ്കിലും ട്രൂത്ത് ഉണ്ടെന്നുള്ളത്. കാരണം നോണി മാഡോക്കിനെ നമ്മളിപ്പോൾ വെക്കേണ്ട ആവശ്യമില്ല. ഹി സ്റ്റിൽ ഗോട്ട് ദ പൊട്ടൻഷ്യൽ, ഹി സ്റ്റിൽ ഗോട്ട് ദ സീലിംഗ്. ബറസ്ക ലൈക്സ് ഹിം, കോൾ പാൽമർ, നോണി മാഡോയ്ക്ക്, ഡെലാപ്പ് ഒക്കെ വരുമ്പോഴത്തേക്കും വൈ നോട്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നോണി മാഡോയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ബ്രോ ഹി വുഡൻ വാണ്ട് ടു ലീവ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നോണി മാഡോക്ക ട്രാൻസ്ഫർ ന്യൂസ് സർപ്രൈസ്. പക്ഷെ മറ്റുള്ള ന്യൂസുകളൊന്നും സർപ്രൈസ് അല്ല. ലെസ്ലി ഒഗുചുക്കു, കാർനെ ചുക്കമേക്ക, റഹീം സ്റ്റേർലിംഗ്, കപാര സബലാഗ, ജുവാവോ ഫെലിക്സ്, എൻകുങ്കു, നമുക്ക് അറിയാവുന്ന സെൽ ലിസ്റ്റ് ആർ ഡെഫിനറ്റ്ലി ഓൺ ദ സെൽ ലിസ്റ്റ്. അതിൽ യാതൊരു സർപ്രൈസ് ഇല്ല. ബാദിയഷ്യൽ മേ ഓർ മേ നോട്ട് ബി. ടോസിന് എന്തെന്നാലും പോകുന്നില്ല എന്നുള്ള ഒരു ഏകദേശം ഉറപ്പിക്കുക ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. കാരണം വാർത്തകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. ടോസിന്റെ ലീഡർഷിപ്പ് പ്രത്യേകിച്ച് ചെൽസി ബോർഡും എൻസോ മറസ്കയും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിഹൈൻഡ് ദ സീൻസ് ഹൗ ടോസൻ ഇസ് ടേക്കിംഗ് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഒരു ഏരിയലി ഗുഡ് ഡിഫൻഡർ ആണ്, വെരി ഗുഡ് സ്ക്വാഡ് പ്ലെയർ. അപ്പൊ എന്തിനാണ് നമ്മൾ ടോസിനെ വിൽക്കേണ്ട ഒരു കോൺവെർസേഷൻ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നത്. ആൻഡ് ടോസൻ ഇസ് ഓൾസോ ഹാപ്പി. ബാദിയഷ്യൽ മേ ഓർ മേ നോട്ട് ബി. ഫൊഫാന സ്റ്റിൽ ഇൻ ഡൗട്ട്. അത് മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലോ എന്ന് അത് അറിയില്ല. പക്ഷെ ഫൊഫാനെ മിക്കവാറും നമ്മൾ റീറ്റെയിൻ ചെയ്യും, പ്രൊവൈഡഡ് വി ഗെറ്റ് എ ന്യൂ സെന്റർ ബാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ സെന്റർ ബാക്കിനെ കുറിച്ച് ഇതുവരെ ഡിസ്കഷൻ വന്നില്ല. കാരണം ഫോക്കസ് ഇസ് കംപ്ലീറ്റ്ലി ഓൺ എക്കിറ്റിക്കെ ആൻഡ് എ ന്യൂ ലെഫ്റ്റ് വിങ്. ഇത് എങ്ങനെ ഡെവലപ്പ് ആവും എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷെ ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. ശരിക്കും പറഞ്ഞാൽ ചെൽസിയുടെ അറ്റാക്കിംഗ് ഡെപ്ത് കൂട്ടാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത് വളരെ അടിപൊളിയാണ്. ലിവർപൂളിനെ നമ്മൾ ഓവർടേക്ക് ചെയ്തു, എക്കിറ്റിക്കനെ സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. കാരണം ലിവർപൂൾ ചാമ്പ്യൻസ്, പക്ഷെ എക്കിറ്റിക്ക ഇസ് എ ചെൽസി ഫാൻ. ബ്രോ നടന്നാൽ ഗുഡ് ചെൽസി പുൾ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. ഇനി പ്രൈസ് നെഗോസിയേഷൻ എത്രത്തോളം പോകുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ബാക്കി വാർത്തകളുമായിട്ട് തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ്കെ.